അങ്ങനെ ഞാനും ഉണ്ടാക്കി നോക്കിട്ടോ ഡ്രീം കേക്ക്. കുറേ നാളായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുമായിരുന്നു. ഒരു 3 വർഷം മുമ്പ് ഒരു കേക്ക് ബേക്കിംഗ് കോഴ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ മറന്നു പോകുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ബൗളാണ് നമുക്ക് വേണ്ടത്. ഒട്ടും ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ബൗൾ വേണം. ഒന്നെങ്കിൽ ഗ്ലാസ് ആവും, അല്ലെങ്കിൽ ഇതേപോലത്തെ ബൗൾ പ്ലാസ്റ്റിക് ആവരുത് കേട്ടോ. പിന്നെ ഇത് ഞാൻ കപ്പ്, ഹാഫ് കെ ജിയുടെ ഇതാണ് കേട്ടോ. കേക്കിൻ്റെ ബേസാണ് ഉണ്ടാക്കണം ആദ്യം. അപ്പം ഇത് കപ്പിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു അരയുടെ താഴെ ഇച്ചിരി ഈ ഒരു അളവിൽ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പൊടിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഞാനിത് മുഴുവനും എടുക്കാത്തത് കേട്ടോ. അപ്പം പിന്നെ മൈദയുടെ അതേ അളവിൽ തന്നെയാണ് കേട്ടോ പഞ്ചസാര എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് കപ്പ് നിറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ 2 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് 1 കെ ജിയുടെ വലിയ കേക്കാണെങ്കിൽ 3 മുട്ടയാണ്. അപ്പോൾ ഇത് ഹാഫ് കെ ജിയുടെ കേക്കാണ്. അപ്പോൾ 2 മുട്ടയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട ആവരുത്. അത് കേക്കിനൊക്കെ പ്രശ്നം, ബേസിനൊക്കെ പ്രശ്നം വരും കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ അത് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. ഒരു 1 or 2 hour കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കാം കേട്ടോ. പിന്നെ കുറച്ച് വാനില എസൻസ് എടുക്കുന്നുണ്ട്. ഇതൊരു 1 ടീസ്പൂണാണ് കേട്ടോ. ഈ ഒരു വാനില എസൻസ് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പൊടിച്ച പഞ്ചസാര കുറച്ച് ചേർത്തിട്ട് ഞാനതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലഫി ആയിരിക്കണമല്ലോ കേക്ക്, അതിന് വേണ്ടിയിട്ടാണ്. ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പൂൺ അങ്ങനെ ഉണ്ട്, സ്പാച്ചുല, അത് വെച്ചിട്ടോ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബീറ്റർ ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് മേടിച്ച ബീറ്ററൊക്കെ പൊടി തട്ടി കിഴുകി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, ഇതിനെന്താ റിബൺ കൺസിസ്റ്റൻസി അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയണം, മറന്നുപോയി. അതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം, അത് തന്നെ ഇതേപോലെ ഇരിക്കണം കേട്ടോ. അപ്പം ഞാനത് മാറ്റി വയ്ക്കണ്ടേ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബട്ടർ വേണം. ബട്ടർ എന്ന് വെച്ചാൽ അൺസാൾട്ടഡ് ബട്ടർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ. ഞാൻ ഏത് ബട്ടറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അന്നത്തെ ആ ഒരു ഇതിലങ്ങോട്ട് ഒരു നാക്കിന് എന്താ പറയുക, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടൊരു ഏകദേശം കണക്കെടുക്കുകയാണ് കേട്ടോ. കാരണം ഞാനിതൊക്കെ ഒരുപാട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേസിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് എന്തായാലും സെറ്റായിട്ട് വരുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഹാഫിൻ്റെ ഒരു 1/4 കപ്പ് ബട്ടർ ഇതേപോലെ ഉരുക്കിയിട്ട് ഈ ഒരു മാറ്റി വെച്ച ആ ഒരു മുട്ടയുടെ ഒരു ഇതുണ്ടല്ലോ ബാറ്റർ, അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കിയാൽ മതി, ബീറ്റർ വെച്ചിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അത് പൊടിയൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേക്ക്. അപ്പോൾ ഞാൻ മൈദ അതുപോലെ 1/2 കപ്പ് എടുക്കുന്നുണ്ട്, നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുത്തി നിറയ്ക്കേണ്ട, ഏകദേശം ഒരു ഇതിന് മതി കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് പകരം ഞാൻ ഇടാൻ പോകുന്നത് കൊക്കോ പൗഡറാണ് കേട്ടോ. എടുത്ത് മാറ്റിയ മൈദയ്ക്ക് പകരം 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. നല്ല ടൈപ്പ് ഇതിനൊക്കെ ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മേടിക്കണമായിരിക്കും നന്നാവട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും നല്ല ബ്രാൻഡ് കിട്ടുകയാണെങ്കിൽ അത് മേടിച്ചോട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 തവണ ഇതേപോലെ ഒന്ന് അരിച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ കേക്ക്. അപ്പോൾ ഞാൻ ആ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ, ആ മുട്ടയും വാനില എസൻസും പഞ്ചസാര അതും വേറൊരു പാത്രത്തിലേക്ക്, എനിക്ക് അതിൽ കൊള്ളത്തില്ല കേട്ടോ, നിറഞ്ഞ് തൂവും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് മൈദയും ആ പൊടിയെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ്, ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയും. അതാണോ എന്ന് ഞാൻ പറയാൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. അപ്പം ഒരുപാട് ഇതേപോലെ ഇളക്കാനും പാടില്ല കേട്ടോ, അതും പ്രശ്നമാണ്. എന്താ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഓവറാക്കാനും പാടില്ല. നമ്മളൊരു എന്താ പറയുക, ഒരാവശ്യത്തിന് ഒരുപാട് അങ്ങോട്ട് ഇളക്കരുത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് വിനെഗർ എടുത്തിട്ട് അതിൽ ഇച്ചിരി ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യത്തിന് ഒരുപാട് ഇളക്കരുത്, കേക്ക് കുളമാവും. എനിക്കങ്ങനെ ആയിട്ടുണ്ട് പണ്ട് പഠിക്കാൻ പോയ സമയത്ത് 2-3 കേക്ക് കുളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ ഭയങ്കര ടൈറ്റ് തിക്കായിട്ട് ഇരിക്കേണ്ടത് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം കേട്ടോ. അത്ര ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസ് ആക്കുന്നുണ്ട് കേട്ടോ ബാറ്റർ. നിങ്ങൾക്ക് വേറെ മെത്തേഡ് ആണെങ്കിൽ അതുപോലെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഹാഫ് കെ ജിയുടെ ടിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പേപ്പർ, അതേപോലെ തന്നെ ബേക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ, അതും റൗണ്ടിൽ കട്ട് ചെയ്ത് അതിനകത്ത് വെച്ചിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാറ്റർ ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഒരു ചോക്ലേറ്റിനും ബട്ടറും എല്ലാം കൂടെ കൂടിയിട്ട് വാനില എസൻസിൻ്റെയൊക്കെ ഒരു മണം വരുന്നത്. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ, ഓവനിലല്ല ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ ഓവനിലേക്കാളും. അപ്പം
അപ്പോൾ ആദ്യം ഇതിന് അടിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, എന്താ പേര് പറയുക, ഒരു തട്ട് അത് വെച്ചിട്ട് പ്രീ ഹീറ്റ് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ അതിനകത്തേക്ക് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ളത് കുറച്ച് ലോ ഫ്ലെയിമിലും ആക്കിയിട്ടാണ് കേട്ടോ വെച്ചത്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോൾ ഞാൻ ഇത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇത് എടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്, മെലോൻ്റെ ആണ് കേട്ടോ ഇത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലത് കിട്ടുവാണെങ്കിൽ അത് എടുത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോക്ലേറ്റ് എത്രത്തോളം നല്ലതാക്കണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഡ്രീം കേക്കിന്. അപ്പം ചോക്ലേറ്റ് ഞാനൊരു 200 ഗ്രാം എന്ന് വേണേൽ പറയാം കേട്ടോ. ഗ്രാമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, മുകളിലത്തെ ആ ഒരു പാർട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് ഓൾറെഡി കട്ടായി പോയിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് മേടിച്ചപ്പോഴും. ചീത്തയായിട്ടല്ല കേട്ടോ, കടയിൽ നല്ല ചൂടായിരുന്നു കേട്ടോ, അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും പീസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാനിതൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു നമ്മൾ കേക്ക് റെഡി ആയാൽ നോക്കാം കേട്ടോ അപ്പോഴേക്കും. അപ്പം നല്ല മണമൊക്കെ വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. 35 മിനിറ്റ്സ് ആയപ്പം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാത്രത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് തോന്നുന്നു ഇന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബേസ് ശരിയായ തന്നെ ഒരു 60% ശരിയായ പോലെയാണ് കേട്ടോ. കേക്ക് വേറെ കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഡ്രീം കേക്ക് ആണെങ്കിലും എല്ലാം അതിന് ബേസ് സെറ്റ് ആവണം, സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇച്ചിരി തിക്കായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. പിന്നെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇത് റിച്ചിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ ഇതും 1/2 കപ്പ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് കട്ടാവരുത് കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ അധികം വെക്കണം. ഫ്രീസറിൽ വെക്കണമെന്ന് പുറത്തെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തണുപ്പുള്ളതായിരിക്കണം കേട്ടോ, പുറത്ത് വെക്കരുത് അധികം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു മീഡിയത്തിലാണ് കേട്ടോ ഞാൻ ബീറ്റർ ഇട്ടത്, അതിൻ്റെ സ്പീഡ് ഇട്ടത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി അത്രയും വേണം കേട്ടോ. എന്നാൽ അതിനേക്കാളും നന്നായിട്ട് കട്ടാവരുത് കേട്ടോ, കട്ടിയാവരുത്. പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റില്ലേ, ആ ചോക്ലേറ്റും അതിനകത്തേക്ക് ഇട്ടിട്ട് മൂസാണ് കേട്ടോ, ചോക്ലേറ്റ് മൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് അധികം ഇഷ്ടമല്ലെങ്കിൽ ഓവർ ചേർക്കണ്ട, 1 സ്പൂൺ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചോക്ലേറ്റ് സിറപ്പാണ്, മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റും പാലും കൂടെ ഇതേപോലെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിനകത്ത് മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനും പക്ഷേ എനിക്ക് ഈ ചോക്ലേറ്റിൻ്റെ മധുരം തന്നെ മതി, അതുകൊണ്ട് ഞാൻ വേറെ ചേർത്തിട്ടില്ല. പിന്നെ ഇല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ, ഞാൻ ഈ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തത് എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ ആ കേക്ക് കട്ട് ചെയ്ത് വെച്ചു, അതിൻ്റെ ഉള്ളിൽ ഈ ചോക്ലേറ്റ് മൂസ് ഇട്ടു കേട്ടോ. സിറപ്പ് വെച്ചിട്ട് മൂസ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ കട്ട് ചെയ്ത് വെച്ചു, അത് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു, എന്നിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ മൂസ് ഉണ്ടല്ലോ അത് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം, ഓരോ സ്റ്റെപ്പ് ഓരോ ലെയർ ഇടുമ്പോൾ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഒന്ന് ജസ്റ്റ് തണുത്തിട്ട് തണുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ ശരിയാവത്തില്ല. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, ഫ്രീസറിൽ വെച്ചു കേട്ടോ. പിന്നെ നമുക്കെന്താ ചോക്ലേറ്റ് ഉണ്ടല്ലോ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച്, അപ്പോൾ അടുത്ത ലെയറിലേക്ക്, അതായത് ഇപ്പോൾ രണ്ടാമത്തെ ലെയർ, ഇതിപ്പോൾ 3ാമത്തെ ലെയറാണ് കേട്ടോ. 3ാമത്തെ ലെയറിലേക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ ചെയ്യണത്. മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റിൻ്റെ നന്നായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അധികം തിക്കാവണ്ട കേട്ടോ, കുറച്ച് ഇതേപോലെ പരുവായാൽ മതി. പിന്നെ ഞാൻ ഇത് വാൾനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആൽമണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതാട്ടോ നല്ലത്, പക്ഷേ എനിക്കത് മടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ആ ചോക്ലേറ്റിലേക്ക് ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ക്രഞ്ചി ആയിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ ആ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ മുകളിലേക്ക് വീണ്ടും എടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമായി പോകണ്ട കേട്ടോ, ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്താൽ മതി. എന്നിട്ട് അതും ഞാൻ നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും എടുത്തിട്ട് കുറച്ച് കൊക്കോ പൗഡർ അടുത്ത ലെയർ ഇട്ട് കൊടുത്തിട്ടോ, നന്നായിട്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കൊക്കോ പൗഡറിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് ഇത്രയും മതിയായിരുന്നു. പിന്നെ എൻ്റെ അടുത്തുള്ള സാധനങ്ങളും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 hours ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട്. കണ്ടോ,
അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഡ്രീം കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് ബേസാണ്. പിന്നെ ബാക്കി ചോക്ലേറ്റ്സ് എത്രത്തോളം നിങ്ങൾക്ക് ലെയർ ചേർക്കണോ അത്രയും ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം.